Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇതുവഴി നമുക്ക് മെമ്മറി റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൺ ടൈം മെമ്മറി അലോക്കേഷൻ, ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ് റൺ ടൈം മെമ്മറി അലോക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഡേറ്റ ഇപ്പോൾ വേരിയിങ് സൈസസ് ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡൈനാമിക് റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാക്ക് ഹീപ്പ് മെമ്മറിക്കകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി എന്തുകൊണ്ടായിരിക്കും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വേണ്ടി വരുന്നത്? നമ്മളിപ്പോൾ ഒരു അറേ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അറേയുടെ സൈസ് ഫിക്സ്ഡ് ആയിരിക്കും. അത് നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. അറേ ഇപ്പോൾ ഒരു ഫിക്സ്ഡ് സൈസ് ആണെങ്കിൽ സപ്പോസ് ആ ഒരു അറേ നമുക്ക് സഫിഷ്യൻ്റ് അല്ല, റൺ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഡേറ്റ ഇതിനകത്തോട്ട് പോപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് സൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അറേ പ്രാക്ടിക്കലി മാക്സിമം പോസിബിൾ സൈസ് എത്രയാണോ അത്രയും കൊടുത്തിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും ഡേറ്റ നമുക്ക് റൺ ടൈമിൽ എന്ത് ചെയ്യേണ്ട വന്നില്ല, ഈ അറേക്കകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വന്നില്ല വെച്ചാൽ നമ്മൾ ആ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി മൊത്തം വേസ്റ്റ് ആയില്ലേ. സോ ഇത് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് സിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിത് 4 ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് പോസിബിൾ ആവുന്നത്. ആ 4 ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ malloc, calloc, ഫ്രീ, അതുപോലെ തന്നെ realloc. ഓക്കെ, ഈ നാലെണ്ണമാണ് അതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസ്. ഇത് 4ഉം std_lib.h സ്റ്റാൻഡേർഡ് ലൈബ്രറി ഡോട്ട് ഹെഡർ ഫയൽ. ഓക്കെ, ആ ഒരു ഹെഡർ ഫയലിനകത്തായിരിക്കും ഉണ്ടായിരിക്കും ഈ 4 ലൈബ്രറി ഫങ്ഷൻസും. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് malloc. malloc എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മെമ്മറി അലോക്കേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇത് ഈ malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് കോണ്ടിഗ്യസ് മെമ്മറി എന്ത് ചെയ്യണം, നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. അതും റൺ ടൈമിൽ. എവിടെയായിരിക്കും അത് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഹീപ്പിൽ. ഓക്കെ, ഈ malloc വഴി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മുഴുവൻ മെമ്മറിയും എല്ലായ്പ്പോഴും അൺഇനീഷ്യലൈസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ തന്നെ കസ്റ്റമായിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം ഇൻ കേസ് ഇറ്റ് ഈസ് നെസസറി. അല്ലാത്ത സ്റ്റേജസിൽ ഈ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി മൊത്തം ഗാർബേജ് വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, malloc ഓഫ് സൈസ്. ഈ സൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു അലോക്കേറ്റ്. എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ബൈറ്റ്സിലാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഡോട്ട് ഹെഡർ ഫയൽ. അതിനകത്താണ് ഈ പറയുന്ന malloc എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ std_lib.h നമ്മൾ കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നോക്കൂ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇൻറ്റിജർ പോയിന്റർ ആണ്. സൈസ് അല്ലേ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. ഇൻറ്റ് സ്റ്റാർ പോയിന്റർ ഇസ് ഈക്വൽ ടു ഇൻറ്റ് സ്റ്റാർ malloc ഓഫ് സൈസ് ഓഫ് ഇൻറ്റ് സ്റ്റാർ 5. സിൻസ് ഓരോ ഡേറ്റ ടൈപ്പിന്റെയും സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇൻറ്റിജറിന്റെ സൈസ് അത് ഇൻറ്റു 5 എലമെന്റ്സ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ആ നമ്പർ ഓഫ് എലമെന്റ്സ് പറഞ്ഞു. അതായത് 5 ഇൻറ്റു സേ എൻ്റെ ഇൻറ്റിജറിന്റെ സൈസ് 4 ബൈറ്റ് ആണെങ്കിൽ സോ എ ടോട്ടൽ ഓഫ് 20 ബൈറ്റ്സ് വിൽ ബി അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം ഇൻ ഹീപ്പ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഒരു വോയിഡ് പോയിന്റർ ആയിരിക്കും റിട്ടേൺ ചെയ്യുക ഇൻ കേസ് ഈ പറയുന്ന അലോക്കേഷൻ സക്സസ് ആവുകയാണെങ്കിൽ. വോയിഡ് പോയിന്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പോയിന്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ടൈപ്പ് ഒന്നും ഇല്ല, ഏത് ടൈപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ടൈപ്പ് കാസ്റ്റ് ഏതിനകത്തേക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുകയാണ് എനിക്ക് ഇൻറ്റിജർ പോയിന്റർ വേണ്ടതുകൊണ്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇൻറ്റ് സ്റ്റാർ പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ എനിക്ക് 5
ഇൻഡിജേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അത്രയും മെമ്മറി ഹീപ്പിനകത്ത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻ കേസ് ഈ ഒരു അലോക്കേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ നൾ പോയിന്റർ ആയിരിക്കും ഈ എംഅലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സോ ആ അലോക്കേഷൻ സക്സസ് ആയോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലായ്പ്പോഴും ഫർദർ പ്രൊസീഡ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ഇഫ് ദ പോയിന്റർ ഈസ് ഈക്വൽ ടു നൾ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് ചെയ്യണം, അലോക്കേഷൻ ഫെയിൽഡ് ആണെന്ന് മനസ്സിലാക്കാം. ദെൻ വി എക്സിറ്റ് ദ കോഡ്. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വേണ്ട ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, എൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ആ 5 ഇൻറ്റിജർ വാല്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ഫോർ ലൂപ്പിനകത്ത് ഇട്ടിട്ട് അതൊരു പോയിന്ററായിട്ട് അതൊരു ഇൻറ്റിജർ അറേ ആയിട്ട് കൺസിഡർ ചെയ്ത് 1 2 3 4 5 ഈ 5 വാല്യൂസ് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്തു, ആ പോയിന്റർ അറേ ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, എംഅലോക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എംഅലോക്കിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ടു CAlloc. CAlloc എന്ന് പറഞ്ഞിട്ട് കോണ്ടിഗ്യസ് അലോക്കേഷൻ സെക്കൻഡ് ലൈബ്രറി ഫംഗ്ഷൻ ആണ് ഇൻ stdlib.h ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇത് എംഅലോക്കിന് സിമിലർ തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എംഅലോക്കിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി എല്ലാം അൺഇനീഷ്യലൈസ്ഡ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് CAlloc ബൈ ഡിഫോൾട്ട് തന്നെ ആ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. n, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബൈറ്റ്സിലായിരിക്കും. ഈച്ച് എലമെന്റിന്റെ സൈസ് ആണ് പിന്നെ മെൻഷൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം, CAlloc ഓഫ് 5 എലമെന്റ്സ് ആണ് എനിക്ക് വേണ്ടത്. സൈസ് ഓഫ് ഇൻറ്റ് പറഞ്ഞു. ഓക്കെ, സൈസ് ഓഫ് ഇൻറ്റ് അപ്പൊ 20 ബൈറ്റ്സ് ഏകദേശം അലോക്കേറ്റ് ആയി. ആ 20 ബൈറ്റ്സിലെയും ആ 5 എലമെന്റ്സിന്റെയും വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ബൈ ഡിഫോൾട്ട് തന്നെ. കാരണം ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻ CAlloc ആയതുകൊണ്ട്. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ സക്സസ് ആവുകയാണെങ്കിൽ ഒരു വോയിഡ് പോയിന്റർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ കേസ് ഇറ്റ്സ് എ ഫെയിലിയർ, എ നൾ പോയിന്റർ വിൽ ബി റിട്ടേൺഡ്. സോ ഐ ഹാവ് ടു ചെക്ക് ഇഫ് ദ റിട്ടേൺ വാല്യൂ ഈസ് എ നൾ പോയിന്റർ ഓർ നോട്ട്. ഇൻ കേസ് ഇറ്റ് ഈസ് നൾ, ദ അലോക്കേഷൻ ഈസ് ഫെയിൽഡ്, സോ ഐ ക്യാൻ എക്സിറ്റ് ദ കോഡ്. അതർവൈസ് എന്താണ്, നമുക്കറിയാം ഓൾറെഡി എല്ലാ വാല്യൂസും 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. എനിക്കത് ജസ്റ്റ് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വേറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, now let's move to the next function which is free. മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംഅലോക്കും CAlloc യൂസ് ചെയ്യുന്നത്. എംഅലോക്കും CAlloc വഴി നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി അത് തന്നെ ഡീഅലോക്കേറ്റ് ആവില്ല. അങ്ങനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രീ ഓഫ് എന്താണോ പോയിന്റർ വെച്ചാൽ ആ പോയിന്റർ കൊടുക്കുക, അതായത് പോയിന്റർ ടു ദ അലോക്കേറ്റഡ് മെമ്മറി, അതാണ് അവിടെ പോയിന്റർ എന്നതുകൊണ്ട് PTR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മെമ്മറി ബ്ലോക്ക് ഫ്രീ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ആ പോയിന്റർ ഇൻവാലിഡ് ആയിട്ട് മാറും. അതായത് ഇറ്റ് വിൽ നോട്ട് ബി പോയിന്റിങ് ടു എ വാലിഡ് മെമ്മറി ലൊക്കേഷൻ ഫർദർ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ചെയ്തിട്ടുള്ളത്, ഞാൻ CAlloc വെച്ചിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വേണ്ട കുറച്ച് ഓപ്പറേഷൻസ് ഞാനിവിടെ പെർഫോം ചെയ്തു. ദെൻ ആ ഓപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഐ ഫ്രീ ദ മെമ്മറി, ഐ റിലീസ് ദ മെമ്മറി വിച്ച് ഇസ് ഡൈനാമിക്കലി അലോക്കേറ്റഡ്, ഫ്രീ ഓഫ് പോയിന്റർ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫ്രീ ഓഫ് പോയിന്റർ മാത്രം ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ ദിസ് വിൽ ബിക്കം എ ഡാംഗ്ലിംഗ് പോയിന്റർ. പോയിന്റേഴ്സിനകത്ത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആയിരുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അസൈൻ എ നൾ വാല്യൂ ആഫ്റ്റർ റിലീസിങ് എ മെമ്മറി ലൊക്കേഷൻ, സോ ദാറ്റ് നമുക്ക് വേറെ ബഗ്സോ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറോ ഒന്നും കോഡിനകത്ത് കാണില്ല. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് ഫംഗ്ഷൻ വിച്ച് ഈസ് realloc. Realloc എന്ന് പറയുന്നത് റീഅലോക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റീസൈസ് എ പ്രീവിയസ്ലി അലോക്കേറ്റഡ് മെമ്മറി ബ്ലോക്ക്. അതായത് ഒരു എക്സിസ്റ്റിംഗ് മെമ്മറി ലൊക്കേഷന്റെ സൈസ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ പഴയ മെമ്മറി ഫ്രീ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ എനിക്ക് പുതിയ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റർ പറയുന്നു, ന്യൂ സൈസ് പറയുന്നു. പോയിന്റർ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പ്രീവിയസ്ലി അലോക്കേറ്റഡ് മെമ്മറി ബ്ലോക്കിലോട്ടുള്ള പോയിന്റർ ആണ്. ഓക്കെ, പിന്നെ ന്യൂ സൈസ് എന്ന് പറയുമ്പോൾ റീഅലോക്കേറ്റഡ് സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതിലായിരിക്കും, ബൈറ്റ്സിലായിരിക്കും. ഓക്കെ,
ഫംഗ്ഷൻ സക്സസ് ആവുകയാണെങ്കിൽ ഒരു പോയിന്റർ ന്യൂലി അലോക്കേറ്റഡ് മെമ്മറിയിലോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഫെയിൽ ആവുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഒരു നൾ പോയിന്റർ റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മുടെ പഴയ മെമ്മറി ബ്ലോക്ക് ഉണ്ടല്ലോ, ഒറിജിനൽ മെമ്മറി ബ്ലോക്ക്, അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ std lib.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. malloc വെച്ചിട്ട് നമ്മളൊരു 5 സൈസ് വരുന്ന രീതിയിൽ, 5 ഇൻഡിജേഴ്സ് വരുന്ന രീതിയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് റീസൈസ് ചെയ്യണം, അതായത് 5 ഇൻഡിജേഴ്സിന് പകരം 10 ഇൻഡിജേഴ്സ് ഹോൾഡ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ മെമ്മറി ബ്ലോക്ക് റീസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിയലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പഴയ ആ ഒരു അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയുടെ പോയിന്റർ കൊടുക്കുന്നു. ദെൻ എനിക്ക് പുതിയ സൈസ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുന്നു. ഇവിടെ 10 ആണ് എനിക്ക് വേണ്ടത്. ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റു പറയുന്നു. ആ വാല്യൂ ഇൻറ്റിജറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോയിന്ററിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇൻ കേസ് ദ റിട്ടേൺ വാല്യൂ ഈസ് നൾ ദെൻ ദ അലോക്കേഷൻ ഈസ് ഫെയിൽഡ് അല്ലേ. റീ അലോക്കേഷൻ ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് കോഡ് റിട്ടേൺ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ പെർഫോം ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈസി ആയിട്ടുള്ള പോർഷനാണ്, പക്ഷെ കോൺസെപ്റ്റ് പഠിക്കാത്തത് കൊണ്ട് കുട്ടികൾ തെറ്റ് വരുത്താറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ആവും. ഈ കോൺസെപ്റ്റ്സ് ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ലോജിക് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.